എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? കൂലി നല്ലൊരു സിനിമയാണെന്ന് പറയുന്ന ഒരു ഭാഗത്ത്, കൂലി ഒരു ഫ്ലോപ്പ് സിനിമയാണെന്ന് പറയുന്ന ഒരു ടീം ഒരു ഭാഗത്ത്. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കായിട്ട് ഒരു ടീമുണ്ട്. ലോകേഷിന്റെ കയ്യിലുള്ള സ്റ്റോക്ക് പോയി, ലോകേഷ് ഇതുവരെ ചെയ്തിട്ടുള്ള ഫിലിംസ് എല്ലാം കോപ്പി അടിച്ചതാണ്, ഇനിയുള്ള ഫിലിംസിലൊന്നും ആ ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ കുറച്ച് ടീംസ്. ഈ 3 ടീംസും ആണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഞാൻ ഇതിൽ ഏത് ടീമിന്റെ കൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 ടീമിന്റെയും കൂടെയല്ല. എൻ്റെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നോക്കാം. ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്ന സ്റ്റാർട്ട് ടു എൻഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അഭിപ്രായം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂലി സിനിമയ്ക്കകത്തുള്ള ലോജിക്കൽ മിസ്റ്റേക്സിനെയും കൺഫ്യൂഷൻസിനെയും കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്ന ഒരു ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ലോജിക്കൽ മിസ്റ്റേക്കും കൺഫ്യൂഷൻസിനെയും കുറിച്ച് ഒരുപാട് വീഡിയോസ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഫോർമാറ്റ് ഞാൻ ചെയ്യുന്നില്ല. കൂലി സിനിമയെക്കുറിച്ച് കുറച്ച് വീഡിയോസ് ചെയ്തതുകൊണ്ട് തന്നെ എന്താണ് എനിക്ക് ആ ഒരു സിനിമ കണ്ടപ്പോൾ തോന്നിയ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് ഞാൻ പറയാം. അതൊരു റിവ്യൂ ആയിട്ട് നിങ്ങൾ കൂട്ടണ്ട, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നതായിട്ട് കൂട്ടിയാൽ മതി. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് വേറൊരു സ്റ്റൈലിലാണ്. ഇനി റോളക്സിന്റെ വീഡിയോ വരുന്നുണ്ട്, ബെൻസിന്റെ വീഡിയോ വരുന്നുണ്ട്, കൈദി 2ന്റെ പാർട്ട് 2 വീഡിയോ വരുന്നുണ്ട്. ഇത്തരം കുറേ കാര്യങ്ങൾ ഇനി വരാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്പോയിലർ ഉണ്ടാവും. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഈ സിനിമയെ നിങ്ങൾക്ക് 2 രീതിയിൽ കാണാം. ഒന്ന്, നിങ്ങളൊരു രജനീകാന്ത് ഫാനാണ്, നിങ്ങൾ സിനിമയെക്കുറിച്ച് ഒരുപാട് തിങ്ക് ചെയ്ത് സിനിമ കാണുന്ന ആൾക്കാരല്ല, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമായിട്ട് പോയി സിനിമ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്കൊരു നല്ല മൂവി ആയിരിക്കും. നിങ്ങൾക്ക് ഈ സിനിമ കാണുന്നത് കൊണ്ട് ഇത്രയും ആൾക്കാർ എന്തുകൊണ്ട് ഈ നെഗറ്റീവ് പറയുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങളെ മനസ്സിൽ വരും. അത്തരത്തിലൊരു കാറ്റഗറി ആളാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് വർക്കാവും. രണ്ടാമത്തെ കാറ്റഗറി, മാനഗരം തൊട്ട് കൈദി, വിക്രം, ലിയോ ഇത്തരത്തിലുള്ള സിനിമകൾ എടുത്തിട്ടുള്ള ലോകേഷ് കനകരാജ് എന്നൊരു ഡയറക്ടർ നെക്സ്റ്റ് ബിഗ് സ്റ്റാർസിനെ വെച്ചിട്ട്, അതും സൂപ്പർ സ്റ്റാറിനെ വെച്ച് ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ആ സിനിമയ്ക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, മിനിമം ഒരു ഗ്യാരണ്ടി ഉണ്ടാവും. ഏറ്റവും ബെസ്റ്റ് ഫിലിം ആയിരിക്കുമെന്ന് സ്വയം ലോകേഷ് പറഞ്ഞൊരു സിനിമ. ആ ഒരു ഹൈപ്പിലും ഒപ്പം ലോകേഷിനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ലോകേഷിന്റെ ഇത്രയും ഫിലിംസ് കണ്ട് ആ മേക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ ഈ സിനിമ ഫ്ലോപ്പ് എന്ന് തന്നെ പറയാം. എനിക്ക് ഈ സിനിമ എന്ന് പറയുന്നത് രജനീകാന്തിൻ്റെ POVയിൽ കാണുന്ന സിനിമയല്ല, ഞാനിത് ഡയറക്ടർ POVയിൽ കാണുന്ന സിനിമയാണ്. ഞാൻ ഈ സിനിമയെന്നല്ല, എല്ലാ സിനിമകളും ഞാൻ കാണുന്നത് ഡയറക്ടേഴ്സിൻ്റെ POVയിലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫിലിം മേക്കിംഗ് ആണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഫിലിം മേക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു വേയിലൂടെ സിനിമ കാണുന്നത്. ഞാൻ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിട്ടല്ല സിനിമ കാണുന്നത്. നേരത്തെ പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറി ആൾക്കാർ കണ്ട സിനിമ ഇഷ്ടപ്പെട്ട ഒരു രീതിയിലായിരിക്കില്ല ഞാൻ ചിലപ്പോൾ ഈ സിനിമയെ സമീപിക്കുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും, അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും, മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ടായിരിക്കും. എനിക്ക് ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫ്ലോപ്പ് സിനിമയാണെന്നോ ഇത് നല്ലൊരു സിനിമയാണെന്നോ എനിക്ക് ഒരു ഒറ്റവാക്കി പറയാൻ പറ്റില്ല. ഇതൊരു ഓക്കെ ഫിലിം ആണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇതിനകത്ത് ഒരുപാട് ലോജിക്കൽ മിസ്റ്റേക്സുകളുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് എത്രയോ വീഡിയോസ് ആൾക്കാർ എടുത്തിടുന്നുണ്ടെന്നറിയോ. ആ ലോജിക്കൽ മിസ്റ്റേക്സിനൊക്കെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇനി ലോകേഷ് കൊണ്ടുവന്നാൽ പോലും ആ ഒരു ലോജിക്കൽ മിസ്റ്റേക്ക് തന്നെയായിട്ടിരിക്കും. ലിയോയുടെ ഫ്ലാഷ് ബാക്ക് മോശമായ സമയത്തും ലോകേഷ് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ലോകേഷ് അതിനെക്കുറിച്ച് കുറെ റീസൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊരു റീസൺ ലോകേഷ് കൂലിയിനകത്തെ ഈ ലോജിക്കൽ മിസ്റ്റേക്സിലും കൺഫ്യൂഷൻസിലും ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബോർ പരിപാടിയായി പോകും. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു സിനിമയിലെ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം, ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം എന്തെങ്കിലും രീതിയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഫിലിം മേക്കർക്ക് മനസ്സിലായി ബോധപൂർവം ചെയ്തിട്ടുള്ളതാണെന്ന് നമുക്ക് പിന്നെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് മനസ്സിലാക്കാം. പക്ഷേ ഒരു സിനിമയുടെ സ്റ്റാർട്ട് ടു എൻഡ് എടുക്കുന്ന സമയത്ത് ആ ഒരു സിനിമയിൽ ഫുള്ളായിട്ട് ഈ പറയുന്ന ലോജിക്കൽ മിസ്റ്റേക്സും കൺഫ്യൂഷൻസും എല്ലാം വരുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് ആ ഒരു ഡയറക്ടറിൻ്റെയും കൂടി മിസ്റ്റേക്കാണ്. ആ ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ലോകേഷ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ലോകേഷ് പറയാൻ. അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു ബാക്ക് റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നോ വേഡ്സ്. ഇതിനകത്ത് ഞാൻ ആകെ ഒരേ ഒരു ക്യാരക്ടറിൽ മാത്രമാണ് എക്സ്പെക്റ്റേഷൻ വെച്ചത്, അത് അമീർ ഖാനിൽ മാത്രമാണ്. ദാഹ എന്ന ക്യാരക്ടറിൽ മാത്രമാണ് ഞാനൊരു എക്സ്പെക്റ്റേഷൻ വെച്ചത്. വേറെ ഒരു ക്യാരക്ടേഴ്സിലോ ഒന്നിലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു LCU ഫിലിം ആയിരിക്കുമെന്നോ ആ ഒരു രീതിയിലല്ല ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ദാഹ എന്ന ക്യാരക്ടർ ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടർ ആയിരിക്കും. ആ ഒരു ക്യാരക്ടറിനെ ലോകേഷ് അടുത്ത ചെയ്യാനിരിക്കുന്ന അമീർ ഖാൻ ലോകേഷ് ഫിലിമിൽ ഒരു പുതിയ ക്യാരക്ടറായിട്ട് ഈ ദാഹ എന്ന ക്യാരക്ടറിനെ തന്നെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കൂലിയിൽ ആ ഒരു ക്യാരക്ടറിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരുന്നു എന്ന രീതിയിലാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പറയാം. കൂലി സിനിമയിലെ ലോജിക്കൽ മിസ്റ്റേക്കും അല്ലെങ്കിൽ കൺഫ്യൂഷൻസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കറക്റ്റാണ്, ഒരുപാട് ലോജിക്കൽ മിസ്റ്റേക്കുകളും ഒരുപാട് കൺഫ്യൂഷൻസും ആ സിനിമയ്ക്കകത്തുണ്ട്.
അത് ഇനിയും ഒരുപാടുണ്ട്, അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആൾക്കാർ. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കൂലി സിനിമയ്ക്കകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ഓരോ ക്യാരക്ടേഴ്സിനും ക്യാരക്ടർ ആർക്ക് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ആ സിനിമയിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു, യൂസ് ചെയ്യേണ്ട രീതി യൂസ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നിയത് എന്നുള്ള രീതിയിലാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ. ദയാൽ സൗബിന്റെ ക്യാരക്ടറോട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ദയാൽ എന്ന ക്യാരക്ടർ ഈ ഒരു സിനിമയ്ക്കകത്ത് ക്യാരക്ടർ ആർക്ക് ഉണ്ടായിരുന്ന ചുരുക്കം ചില ക്യാരക്ടേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉള്ള ഒരു ക്യാരക്ടറാണ് ദയാലിന്റെ, സൗബിൻ ചെയ്ത ക്യാരക്ടർ. ആ ഒരു സിനിമയിലെ ക്യാരക്ടറിനെ ആ ഒരു റൈറ്റർ എങ്ങനെയാണോ എഴുതി വെച്ചിരിക്കുന്ന എന്നുള്ള രീതിയിൽ നിങ്ങളിത് കാണാൻ ശ്രമിക്കുക. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾ കൂട്ടരുത്. ഓക്കെ, ഈ ക്യാരക്ടർ ആർക്ക് എന്താണെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഒരു സിനിമയിലെ ഒരു ക്യാരക്ടർ ഒരു ഇൻട്രൊഡക്ഷനിൽ കാണിക്കുന്ന തൊട്ട് ആ ഒരു സിനിമ തീരുന്നത് വരെ ആ ഒരു ക്യാരക്ടറിന് ഒരേ ഗ്രാഫാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് പറയാം. അതേസമയം ഏതെങ്കിലും ഒരു സിറ്റുവേഷന് വെച്ച് ഒരു ഷിഫ്റ്റോ ഒരു ചേഞ്ചോ ഒരു ട്രാൻസ്ഫോർമേഷനോ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ കയറി ഇറങ്ങി അപ്പ് ആൻഡ് ഡൗൺ വരുന്ന ഒരു സിറ്റുവേഷൻ ആ ഒരു ക്യാരക്ടറിന് ആ സിനിമയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റാർട്ടിങ് കാണുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കില്ല എൻഡിൽ കാണുന്നത്, അത്തരത്തിലൊരു സിറ്റുവേഷനാണ് ആ ക്യാരക്ടറിന് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് ഒരു ആർക്ക് ഉണ്ടായിരിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ കൂലി സിനിമയ്ക്കകത്ത് ദയാൽ എന്ന ക്യാരക്ടറിന് ആ ഒരു ക്യാരക്ടർ ആർക്കുണ്ട്. കൂലി എന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന പോലും സൗബിൻ എന്ന ക്യാരക്ടറിനെ കാണിച്ചുകൊണ്ടാണ്. ആ ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ സൗബിനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ ട്രെയിലർ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇമാജിനേഷൻ്റെ കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നാഗാർജുനയുടെ സൈമൺ എന്ന ക്യാരക്ടറിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് സൗബിൻ ചെയ്യുന്ന ദയാൽ എന്ന ക്യാരക്ടർ. ആ ക്യാരക്ടറിനെ വെച്ചിട്ടാണ് സൈമൺ എല്ലാ കാര്യങ്ങളും ഹാർബറിൽ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു സെക്കൻഡ് ഹാഫ് അടുക്കുന്ന ആ ഒരു പോർഷൻ വരെ അങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ആ റൈറ്റ് ഹാൻഡ് ആയിട്ട് തന്നെ ആ ഒരു ക്യാരക്ടർ എൻഡ് വരെ പോയിട്ടുണ്ട് എങ്കിൽ ആ ക്യാരക്ടറിന് ഒരു ആർക്ക് ഉണ്ടായിരിക്കില്ല, ഫ്ലാറ്റ് ക്യാരക്ടർ ആയിരുന്നു തന്നെ. പക്ഷേ ഈ ക്യാരക്ടർ ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ ഷിഫ്റ്റ് ആവുന്നുണ്ട്, ട്രാൻസ്ഫോം ആവുന്നുണ്ട്. ദയാലിൻ്റെ ക്യാരക്ടറിനെ സൈമൺ തിരിച്ചറിഞ്ഞിട്ട് അടിക്കുന്ന ആ ഒരു സീൻ തൊട്ട് ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ആവുകയാണ്. അവിടം വരെ ഉള്ള സൗബിൻ്റെ ക്യാരക്ടർ അല്ല, പിന്നെ ഉള്ള സൗബിൻ്റെ ക്യാരക്ടർ. പിന്നെ ആ ക്യാരക്ടർ ആ സിനിമ ഫുള്ളായിട്ട് കെയറിങ് അപ്പായി പോകുന്നുണ്ട്. ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും പെർഫെക്റ്റ് വില്ലൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം സൗബിൻ്റെ ക്യാരക്ടറാണ്. കാരണം ആ സൗബിൻ്റെ ക്യാരക്ടറിന് വരെ ഒരു ജീവനുള്ള അല്ലെങ്കിൽ ലൈഫുള്ള ക്യാരക്ടറാണ്. കാരണം ആ ക്യാരക്ടർ എന്താണെന്ന് നമുക്കറിയാം, എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും ആ ക്യാരക്ടർ എന്താണെന്ന്, എങ്ങനത്തെ ക്യാരക്ടറാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ സൈമണിൻ്റെ ക്യാരക്ടറിനെ ഇതിനകത്ത് ഇല്ല എങ്കിൽ പോലും ഈ പറയുന്ന ദയാൽ എന്ന ക്യാരക്ടർ മാത്രമാണ് ഓപ്പോസിറ്റ് ദേവയുടെ നിന്നെങ്കിലും ഈ സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും വരാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ക്യാരക്ടറിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് സിനിമയ്ക്കകത്ത് കൊടുത്തിട്ടുമുണ്ട്. നമുക്ക് അറിയാം മലയാളത്തിൽ സൗബിൻ ചെയ്യുന്ന ഒരു പെർഫോമൻസും ആ രീതികളും അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതേ രീതിയിലുള്ള ഒരു തമിഴ് ഫിലിമിനകത്ത് സൗബിൻ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ അത്രേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ആക്ട് ചെയ്തു, ഭയങ്കര സംഭവമാണെന്ന് പറയാനില്ല. കാരണം നമ്മളിത് ഓൾറെഡി മലയാള ഫിലിംസിൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കിതൊരു വലിയ സംഭവമായിരിക്കില്ല. പക്ഷേ അവിടുത്തെ ഓഡിയൻസിന് കുറച്ചും കൂടി ഇത് ബെറ്റർ ആയിട്ട് തോന്നിയേക്കാം. അതാണ് എനിക്ക് ദയാലിനെ കുറിച്ച് തോന്നിയ എൻ്റെ ഒരു ഒപ്പീനിയൻ. രാജശേഖർ, സത്യരാജിൻ്റെ ക്യാരക്ടർ. ഈ സിനിമ മൊത്തത്തിൽ ഈ അവിയൽ പരുവം ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ റീസൺ, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ചെറിയൊരു ചേഞ്ച് ഈ ഒരു ക്യാരക്ടറിൽ ലോകേഷ് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് ഇത്രയും കൺഫ്യൂഷൻസ് വരില്ലായിരുന്നു. ഞാൻ ട്രെയിലർ വെച്ചിട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയുടെ ഇമോഷൻസ് ഫുള്ള് നിൽക്കുന്നത് സത്യരാജിൻ്റെയും ഫാമിലിയുടെയും ഇത് ബാക്ക്ഗ്രൗണ്ട് ചുറ്റിപ്പറ്റിയാണ്. സത്യരാജിൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ രജനീകാന്തിൻ്റെ ക്യാരക്ടർ. രജനീകാന്തിൻ്റെ ക്യാരക്ടറിന് ഒരു പാസ്റ്റ് ഉണ്ട്. അതൊന്നും കൂടി പറയുകയാണെങ്കിൽ സത്യരാജിൻ്റെയും 2 പെൺമക്കളുടെയും ഫാമിലിയുടെ ദേവ വൈഫ്, സത്യരാജിൻ്റെ വൈഫ് ശ്രുതി ഹാസൻ ദേവയുടെ മകളായിട്ടാണ്, സ്പോയിലറാണ്, ബാക്ക്ഗ്രൗണ്ടിലാക്കിക്കൊണ്ടാണ് ഈ സിനിമയുടെ ഇമോഷൻസ് നിൽക്കുന്നത്. നമ്മൾ കൈതി എടുക്കുന്ന സമയത്ത് മകളുടെ കാര്യത്തിലാണ് ഈ ഇമോഷൻസ് വെച്ചിരിക്കുന്നത്. നമ്മൾ വിക്രമിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിലാണ്. ലിയോയിലേക്ക് വരുന്ന സമയത്ത് ഫാമിലിയുടെ കാര്യത്തിലാണ്. ഇതിലേക്ക് വരുന്ന സമയത്തും ഫാമിലിയുടെ കാര്യത്തിലാണ്. ഒരു ആക്ഷൻ സിനിമ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് തമിഴ് സിനിമയിൽ മാത്രമല്ല, മലയാള ഫിലിമിലായാലും എല്ലാ ഫിലിംസിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പാസമാണ് നമ്മൾ തമിഴ് പറയുന്നത്. ഞാൻ ആ വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഹൈപ്പ് എക്സ്പെക്ട് ചെയ്ത് പോകുന്ന ഒരു ഓഡിയൻസിന് ആ ഒരു സിനിമ ഫസ്റ്റ് തന്നെ നിരാശയായിരിക്കും. നോർമലി തമിഴ് സിനിമയിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ പറയുന്നത് പാസം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ മെൻഷൻ ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു പ്ലോട്ട് ഇതിനകത്ത് പോകുന്നുണ്ട്. പക്ഷേ ആ പ്ലോട്ടിനെ ലോകേഷ് എവിടെയായിരിക്കും പ്ലേസ് ചെയ്യാന്നുള്ള ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതൊരു പാസമാണോ അതോ അതൊരു ഇമോഷണൽ ഡ്രാമയാണോ എന്നുള്ളത് അപ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഈ സിനിമ ഒരു പാസം ലെവലിൽ പോകാൻ
ചാൻസ് ഉണ്ടെന്ന് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. ഒരു ആക്ഷൻ ഫിലിമിനെ നമുക്ക് ഓഡിയൻസുമായിട്ട് റിലേറ്റബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇമോഷണൽ കണക്ട് ചെയ്യാൻ എന്തെങ്കിലും എലമെൻറ്റ് വേണം. ഒരാളെ പോയി ചുമ്മാ അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷണൽ കണക്ട് വരില്ല. അതേസമയം നമുക്ക് ആ ഒരു ആളിൻ്റെ ഫാമിലിയായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂവോ അല്ലെങ്കിൽ ആ ഒരു ആളുമായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്ന ആളുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷനിൽ ഒരു വില്ലൻ എന്തെങ്കിലും ചെയ്യുക, അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുത്തിട്ട് അവിടെയാണ് ഈ ഫൈറ്റ് പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഫൈറ്റിനൊരു വാല്യൂ ഉണ്ടാവും, അത് കണക്റ്റ് ആവും. അതേ ടെക്നിക്ക് തന്നെയാണ് പണ്ട് തൊട്ടേ സിനിമകൾ യൂസ് ചെയ്യുന്ന അതേ ടെക്നിക്ക് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. നോൺ ലീനിയർ ആയിട്ട് കട്ട് ചെയ്യുന്ന രീതികളുണ്ട്, സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന രീതികളുണ്ട്. ഈ ഒരു കാര്യത്തിലും പിന്നെ മേക്ക് ചെയ്യുമ്പോൾ ഓരോ ഡയറക്ടേഴ്സിൻ്റെ വിഷൻസും കാര്യങ്ങളും ഡിഫറെൻ്റ് ആവും. അത്തരത്തിൽ മാത്രമാണ് ഒരു ചേഞ്ച് വരുന്നത്. അതേ ഒരു ടെംപ്ലേറ്റ് തന്നെയാണ് കൂലിക്കകത്തുള്ളത്. പക്ഷേ ലോകേഷ് ഇവിടെ ചെയ്തത് രാജശേഖർ എന്ന ഒരു ക്യാരക്ടറിനെയും ദേവ എന്ന ക്യാരക്ടറിനെയാണ് ഒരു മെയിൻ ആയിട്ട് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇമോഷൻസിനെ ചുറ്റിപ്പറ്റി അവരുടെ ഫാമിലിയിലോട്ട് കണക്ഷൻ പോകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയൊരു അടി വീണിട്ടുള്ളത് രാജശേഖരൻ എന്ന ക്യാരക്ടറിനെയും ദേവ എന്ന ക്യാരക്ടറിൻ്റെയും ഇവർ തമ്മിൽ ഇത്രത്തോളം ഒരു ബോണ്ടിങ് വരാനുണ്ടായ ഒരു റീസൺ എന്ത് എന്നുള്ളതിന് ഒരു പ്രത്യേകിച്ചൊരു കാരണമില്ല. ഒരു അളിയൻ ബന്ധം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമുക്കൊരു ബന്ധം ഫീൽ ചെയ്യുക. അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു സത്യം ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. ആ ഒരു രീതി മാത്രമാണ് നമുക്ക് ഈ ഫിലിമിനകത്ത് ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് കാണിക്കുന്നത്. അല്ലാതെ ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഈ സിനിമയ്ക്കകത്ത് പറയുന്നേ ഇല്ല. അത് നമുക്ക് കറക്റ്റ് കാണിച്ചു തരേണ്ട ഒരു സാധനമാണ്. ഈ കൂലിക്കകത്തെ ഫ്ലാഷ് ബാക്ക് എല്ലാവരും ചർച്ച ചെയ്ത കാര്യമാണ്, ഞാൻ അതെന്തായാലും പറയാം. ആ ഒരു ഫ്ലാഷ് ബാക്കിൻ്റെ ഉള്ളിൽ കൂടുതലും കാണിക്കേണ്ടിയിരുന്നത് ഈ രാജശേഖർ എന്ന ക്യാരക്ടറും ദേവ എന്ന ക്യാരക്ടറും ഇത്രത്തോളം ഒരു ബോണ്ടിങ് ഉണ്ടാവാനായിട്ടുള്ള ഒരു റീസൺ ആയിരുന്നു കാണിക്കേണ്ടിയിരുന്നത്. അത് കാണിച്ച് സക്സസ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കൊത്ത് വരുന്ന പിന്നെ എന്തൊക്കെ ലോജിക്കൽ ഇഷ്യൂസ് വന്നാലും അത് സെക്കൻഡറി ആയതിനെ. ഇനിയിപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. രാജശേഖർ എന്നുള്ള ക്യാരക്ടറും ദേവ എന്ന ക്യാരക്ടറും തമ്മിൽ ഇമോഷണൽ കണക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സിനിമ നന്നായിട്ട് തന്നെ വർക്കായേനെ. രാജശേഖറായിട്ട് സത്യരാജ് ഈ ഒരു സിനിമയ്ക്കകത്ത് വളരെ ചെറിയൊരു പോർഷന് മാത്രമേ ഉള്ളൂ. ആ ക്യാരക്ടർ ചെയ്യേണ്ട എന്താണോ അത് ചെയ്തിട്ട് പോയി, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനോ ഒരു ആർക്കോ ഒന്നുമില്ല. ക്യാരക്ടർ നോർമൽ ഒരു കട്ട് സീനുകളിലൂടെ മൊണ്ടാഷ് പോലെ കാണിക്കുകയും പിന്നെ നാഗാർജുൻ്റെ അടുത്ത് മറ്റേ ഒരു മിഷ്യൻ്റെ കേസ് പറയുന്നതും ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും വില്ലനായിട്ട് വന്നിട്ടുള്ളതും ആ ഒരു റീസണുമാണ്. ആ ഒരു ചെയറിൻ്റെ സംഭവം സിനിമയിൽ നിന്ന് പുറത്ത് നിർത്താൻ വേണ്ടിയിട്ട് സഹായിച്ചു. ആ ഒരു ബോഡീസിന് ഇങ്ങനെ ചാമ്പലായി പോകുന്ന ആ ഒരു VFXും ചിരിക്കാൻ വയ്യ. രാജശേഖർ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ആർക്കില്ലാത്ത ഒരു നോർമൽ ക്യാരക്ടർ. അടുത്തതായിട്ട് പ്രീതി, ശ്രുതി ഹാസൻ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, കൂലി, ആമീർ ഖാൻ.